ആഭ്യന്തരമന്ത്രിയുടെ കത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് VM സുധീരൻ. KPCC യോഗത്തിലാണ് സുധീരന്റെ ആവശ്യം. കത്തയച്ചില്ലെന്ന് ചെന്നിത്തല പറഞ്ഞ സാഹചര്യത്തിലാണ് സുധീരന്റെ ആവശ്യം. R ചന്ദ്രശേഖരൻ, ലാലി വിൻസെന്റ് എന്നിവർക്കെതിരെയും വിമർശനമുണ്ട്. വിവരങ്ങളുമായി സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, ഇന്നലെ പീപ്പിൾ TV ആണ് കത്ത് പുറത്തുവിടുന്നത് ചെന്നിത്തലയുടെ. ഈ കത്തിലാണ് ഇപ്പോൾ സജീവമായ വിവാദം പുരോഗമിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങൾ? അതിൽക്കത് കത്തുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല KPCC നിർവാഹക സമിതി യോഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. യോഗം ആരംഭിച്ചപ്പോൾ ആമുഖമായി VM സുധീരൻ ഇക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. കത്ത് സംബന്ധിച്ച് രമേശ് ചെന്നിത്തല നിഷേധിച്ച സാഹചര്യത്തിൽ ഈ കത്തിനെ സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം വേണം എന്നുള്ള തരത്തിലാണ് VM സുധീരൻ ആവശ്യപ്പെട്ടത്. അതിനുശേഷമാണ് രമേശ് ചെന്നിത്തല തന്റെ നിലപാട് യോഗത്തിൽ വിശദീകരിച്ചത്. രമേശ് ചെന്നിത്തല പറഞ്ഞത് തനിക്ക് എന്തെങ്കിലും കാര്യം ഹൈക്കമാൻഡിനോട് ധരിപ്പിക്കാനുണ്ടെങ്കിൽ ഇത്തരത്തിലല്ല അത് ധരിപ്പിക്കുന്നത്, അത് തന്റെ രീതിയല്ല എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പരിശോധിക്കണം എന്നുള്ള ഒരു ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം തന്റെ കത്തല്ല എന്ന് തന്നെ ആവർത്തിച്ച് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ഹൈക്കമാൻഡിൽ കാര്യം പറയുന്ന രീതി താൻ അവലംബിച്ചത് ഈ രീതിയല്ല എന്നുള്ള ഒരു പരാമർശമാണ് രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത്. ഇത് ഏത് തരത്തിൽ തന്റെ സിഗ്നേച്ചർ ഉൾപ്പെടെ വന്നു എന്നുള്ളത് തീർച്ചയായും വിശദാംശങ്ങളിലേക്ക് എത്താം സുനിൽ. ഇപ്പോൾ നമ്മോടൊപ്പം ജേക്കബ് ജോർജ്, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇന്നലെ പീപ്പിൾ TV ആണ് രമേശ് ചെന്നിത്തലയുടെ കത്ത് പുറത്തുവിട്ടത്. സജീവമായ ചർച്ചകൾക്കാണ്, ഗുരുതരമായ വിമർശനങ്ങൾക്കാണ്. VM സുധീരൻ നേരിട്ട് കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിലേക്ക് എത്തുന്നു. ചെന്നിത്തലയുടെ രാജി തന്നെ ആവശ്യപ്പെടാൻ ഒരുങ്ങി ഒരു പക്ഷവും. എങ്ങനെയാണ് ഇതിനെ നിരീക്ഷിക്കാനാകുന്നത് ഈ ഘട്ടത്തിൽ? അദ്ദേഹം എഴുതിയതല്ല, അദ്ദേഹത്തിന്റെ ഒപ്പ് ഈ കത്തിലില്ല. ഈ കത്തിലുള്ള ഒപ്പ് തന്റേതല്ല എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ അത് ഒരു ആഭ്യന്തരമന്ത്രി പറയുന്ന പ്രസ്താവന എന്ന നിലയ്ക്ക് അത് മുഖവിലേക്ക് എടുക്കേണ്ടതാണ്. പക്ഷേ അതിന്റെ അപ്പുറത്തേക്ക് വീണ്ടും ഈ കത്ത് തന്നെ ചർച്ചാ വിഷയമാവുകയും ഈ കത്ത് രമേശ് ചെന്നിത്തല തന്നെ എഴുതി നടന്നു വരികയും ഈ കത്തിലെ പറയുന്ന കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയുടെ അനുയായികൾ പുറത്ത് പരസ്യമായിട്ട് പറയുകയും ഇതൊക്കെയാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസുകാരുടെ അഭിപ്രായം എന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കത്തിന്റെ പ്രസക്തി, ഈ രമേശ് ചെന്നിത്തല എഴുതിയതല്ല എന്ന് പറയുന്ന ഈ കത്തിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് കടുത്ത പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസിനെ. ഒരു പക്ഷേ ഇത് മൂക്കുകയാണെങ്കിൽ, ഇത് രൂക്ഷമാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തലയുടെ രാജിയിൽ വരെ എത്താം. കാരണം ഉമ്മൻചാണ്ടിയും VM സുധീരനും ഒത്താൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ശക്തമായി ഒരു രാഷ്ട്രീയ നീക്കം നടത്താൻ കോൺഗ്രസിന് ശേഷിയുണ്ട്. അതുതന്നെയാണ് അതിന്റെ പ്രഹര ശേഷി. തീർച്ചയായും ശ്രീ ജേക്കബ് ജോർജ്, ഏറ്റവും പുതിയ വാർത്ത എത്തുന്നതും ഇങ്ങനെയാണ്. അതായത് ഈ കത്തുമായി ബന്ധപ്പെട്ട് ചെന്നിത്തലയുടെ രാജി ആവശ്യത്തിലേക്ക് മുഖ്യമന്ത്രി തന്നെ എത്തുന്നു. അത് A ഗ്രൂപ്പ് നേതാക്കന്മാരെയും അടക്കം ധരിപ്പിച്ചു എന്ന്. കാരണം തന്നെ വിശ്വാസമില്ലാത്ത ഒരു ഭരണ സംവിധാനത്തിൽ തുടരുന്നതിലെ അർത്ഥം എന്ത് എന്ന്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുഖ്യമന്ത്രിക്ക് മുമ്പോട്ട് പോകാനാകും? കാരണം ചെന്നിത്തല പുറത്തേക്കല്ല കത്തെഴുതിയിരിക്കുന്നത്, ഉള്ളിൽ തന്നെയാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്നലെ രമേശ് ചെന്നിത്തല ഈ കത്ത് തന്റേതല്ല എന്ന് പറയാതിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം മൗനം അവലംബിച്ചിരുന്നുവെങ്കിൽ ഈ കത്ത് രമേശ് ചെന്നിത്തലയുടേത് തന്നെയാണ് എന്ന് വ്യക്തമാവുകയും അതിന്റെ പേരിൽ ഉമ്മൻചാണ്ടി തീർച്ചയായിട്ടും കർശനമായ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യുമായിരുന്നു. അതാണ് ഉമ്മൻചാണ്ടി. നമുക്കറിയാമല്ലോ, 10, 30, 40 വർഷങ്ങളായിട്ട് കേരളത്തിൽ ഉമ്മൻചാണ്ടി ഇവിടെ എത്തിയത് വലിയ പരീക്ഷണങ്ങളിലൂടെയാണ്. സ്വാഭാവികമായിട്ടും തന്റെ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി, കോൺഗ്രസുകാരനായ ആഭ്യന്തരമന്ത്രി തന്നിൽ വിശ്വാസമില്ലെന്ന ഒരു കത്ത് ഹൈക്കമാൻഡിന് അയക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടി ഇന്നലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ രാജി ആവശ്യപ്പെടുമായിരുന്നു. അതാണ് ഇന്നലെയും ഇന്നുമൊക്കെ കോൺഗ്രസിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന അതിസങ്കീർണമായ രാഷ്ട്രീയം. അതായത് ശ്രീ ജേക്കബ് ജോർജ്, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പക്ഷേ മുഖ്യമന്ത്രിക്ക് അത് ചെയ്യുവാനുള്ള ധാർമ്മികമായ കരുത്ത് എങ്ങനെ ഉണ്ടാകും? എൻ്റെ ഒരു സംശയമാണ് നിരീക്ഷകൻ എന്നുള്ള നിലയിൽ. അതായത് ഒരുപക്ഷേ പീപ്പിൾ TV ഇന്നലെ പുറത്തുവിട്ട ചെന്നിത്തലയുടെ കത്ത്, ചെന്നിത്തലയുടെ ഒപ്പും പേരുമുള്ള ആ കത്തിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിടുമ്പോൾ അത് ഹൈക്കമാൻഡിന് ചെന്നിത്തല അയച്ചതാണ്. മുഖ്യമന്ത്രിക്കെതിരെ വിശ്വാസമില്ല എന്നുള്ളത്, ഭരണത്തലവനെതിരെ വിശ്വാസമില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് പാർട്ടിയുടെ ആന്തരികമായ പ്രക്രിയകൾക്ക് വിധേയമായി അതിന്റെ ഉൾപാർട്ടി ജനാധിപത്യത്തിൽ ഉള്ളൊതുങ്ങുന്ന രീതിയിലല്ലേ ചെന്നിത്തല അയച്ചത്? അതിന്റെ പേരിൽ എങ്ങനെ മുഖ്യമന്ത്രിക്ക് രാജി ആവശ്യപ്പെടാനാകും? അതൊരു സംശയമല്ലേ?
അല്ല, ഹൈക്കമാൻഡിലേക്ക് അയച്ചു എന്നുള്ള കാര്യം ഇത് പുറത്ത് പറഞ്ഞാലോ. എന്നിട്ട് എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല ഇത് എന്റെ കത്താണെന്ന് അവകാശപ്പെടുന്നില്ല? ഞാൻ അയച്ച കത്താണ്, ഞാൻ ഉറച്ചു നിൽക്കുന്നു, ആ കത്ത് എന്റേത് തന്നെയാണ്, ആ കത്തിന്റെ പിതൃത്വം ഞാൻ സമ്മതിക്കുന്നു എന്ന് എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞില്ല? കാരണം രാഷ്ട്രീയം സങ്കീർണമാകുന്ന മാത്രമല്ല, അത് തനിക്കെതിരെ തിരിയുമെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ഇത്ര മുഖ്യമന്ത്രിക്കും VM സുധീരനും എതിരെ എഴുതിയിരിക്കുന്ന അതിശക്തമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കത്ത് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല എഴുതിയതാണെങ്കിൽ, ഇല്ല, ഇപ്പോഴും ഞാൻ പറയുന്നത് അത് രമേശ് ചെന്നിത്തല സമ്മതിക്കുന്നിടത്തോളം കാലം രമേശ് ചെന്നിത്തല പറയുന്നതാണ് ശരി എന്നതാണ് ഞാൻ പറയുന്നത്. അതൊരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കുള്ള അഭിപ്രായമാണ്. തീർച്ചയായും അത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇന്നലെ ശ്രീ ജേക്കബ് ജോർജ്, ഇന്നലെ പീപ്പിൾ TV പുറത്തുവിട്ട ഈ കത്തിന്റെ പകർപ്പോട് കൂടി ഈ നിർവാഹക സമിതി യോഗത്തിലടക്കം ഉൾത്താപം ഉയരുകയാണ്. അങ്ങനെയെങ്കിൽ സജീവമായ ചർച്ചകളിൽ ഐ ഗ്രൂപ്പിന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഒരുപക്ഷെ ഐ ഗ്രൂപ്പ് ചെന്നിത്തലയെ കൊള്ളാനാണോ തള്ളാനാണോ സാധ്യത? താങ്കളുടെ നിരീക്ഷണം. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ നേരത്തെ ചോദിച്ചതുപോലെ ഇത് അത്ര സങ്കീർണമാണോ എന്ന് ചോദ്യം. ഇതിനേക്കാൾ ലഘുവായ വിഷയങ്ങളായിരുന്നുവല്ലോ കെ കരുണാകരനെതിരെ ആന്റണി പക്ഷം ഉയർത്തിയിരുന്നത്. ഇല്ലാത്ത ISRO ചാരക്കേസിൽ അന്നത്തെ ADGP ആയിരുന്ന രമൺ ശ്രീവാസ്തവയെ പുറത്താക്കുക എന്നുള്ള വിഷയം 94-95 കേരള രാഷ്ട്രീയത്തിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റായിട്ട് മാറിയത്. അങ്ങനെ അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരനെ ഇറക്കിയവരാണ് ആന്റണി പക്ഷം. അതുകൊണ്ട് രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഇങ്ങനെ ആരോപണം എഴുതിയത് ശരിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയമായിട്ടൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയും ഉമ്മൻചാണ്ടി തന്നെ രമേശ് ചെന്നിത്തലയോട് രാജി ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്ന സ്ഥിതി ഇന്നലെ തന്നെ ഉണ്ടാകുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അതായത് ശ്രീ ജേക്കബ് ജോർജ്, അങ്ങനെയെങ്കിൽ അതായത് ചെന്നിത്തലയുടെ ആ കത്ത്, ഇന്നലെ പീപ്പിൾ TV പുറത്തുവിട്ട ആ കത്തിന്റെ പകർപ്പിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാറുണ്ട് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കൂടി. അതായത് ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഇമേജിന്റെ തകർച്ച. ഈ പീപ്പിൾ TV തന്നെ പുറത്തുവിട്ട സോളാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെയാണ് അദ്ദേഹം അതിൽ ധ്വനിയായി ഉയർത്തുന്നത്. ഒരുപക്ഷെ ആ കത്തിന്റെ പരാമർശത്തിൽ സാമുദായികമായ അസന്തുലിതാവസ്ഥ എന്നൊരു വാക്ക് കൂടി രമേശ് ചെന്നിത്തല അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതായത് ന്യൂനപക്ഷ പ്രീണനം വല്ലാത്ത രീതിയിൽ മന്ത്രിസഭയിൽ അടക്കം നടത്തുന്നു. അതിന്റെ പാപഭാരവും ഒരുപക്ഷെ മുഖ്യമന്ത്രിയിലേക്ക് ചാർത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ചെന്നിത്തലയ്ക്കെതിരെ അങ്ങനെ ഒരു ആക്രമണം ഈ സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് എടുക്കാനുമാകില്ല. ഒരുപക്ഷെ അത് ചെന്നിത്തലയുടെ ബുദ്ധിപൂർവ്വമുള്ള ഒരു ട്രാപ്പ് തന്നെ ആയിക്കൂടെ? അല്ല, അതെ, ഒരു പക്ഷേ രമേശ് ചെന്നിത്തല അല്ല ആ കത്ത് എഴുതിയെന്ന തെളിവാണ് ആ ഭാഗമായിട്ട് ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ ഉന്നയിച്ചത്. കാരണം ഈ ഗവൺമെന്റ് ന്യൂനപക്ഷ പ്രീണന ഗവൺമെന്റ് ആണ് എന്ന് രമേശ് ചെന്നിത്തല ഒരു കത്ത് എഴുതുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം രമേശ് ചെന്നിത്തലയ്ക്ക് കൂടിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ആ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന ഒരു ഗവൺമെന്റ് അദ്ദേഹത്തിന് പൂർണ്ണമായ അല്ല ശ്രീ ജേക്കബ് ജോർജ്, അങ്ങനെയല്ല. അതിന് അങ്ങനെയാണ്. അതായത് ഒരുപക്ഷെ ചെന്നിത്തലയ്ക്ക് ഈ വ്യതിരിക്തമായ ഒരു അഭിപ്രായമുണ്ട്. ഈ കൂട്ടായ ഒഴുക്കിൽ താൻ പോകുന്നുണ്ടെങ്കിലും വ്യതിരിക്തമായ ഒരു അഭിപ്രായമുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പരാജയഘട്ടത്തിൽ തീർച്ചയായും ഈ അഭിപ്രായത്തിന് മേൽക്കൈ നേടാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ അക്കമിട്ട് നിരത്തുകയാണ്. എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പിലാത്തോസ് പറഞ്ഞതുപോലെയുള്ള ഒരു കാര്യം ഒരുപക്ഷെ ചെന്നിത്തലയ്ക്ക് ആ മുഖം കേന്ദ്രത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ നേടിയെടുക്കാനുള്ള ഒരു സാധ്യതയായത് കണ്ടുകൂടെ? ആ വാദം ശരിയാണ്. പക്ഷേ ഇവിടുത്തെ ന്യൂനപക്ഷം ഇവിടെ ഭരണത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു എന്നൊക്കെ രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾ പറയുമ്പോൾ ഞാൻ ഭൂരിപക്ഷത്തിന്റെ രമേശ് ചെന്നിത്തല ആ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ പീപ്പിൾ TV പുറത്തുവിട്ട ആ കത്തിൽ രമേശ് ചെന്നിത്തലയുടെ കത്തിൽ പറയുന്നത് ഇതാണ്. അതായത് ഈ സാമുദായിക അസന്തുലിതാവസ്ഥ ഹിന്ദു വോട്ടുകളെ UDF-ൽ നിന്ന് അകറ്റി. ഉദാഹരണമായി അദ്ദേഹം കാട്ടുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മന്ത്രിമാരുടെ, ഒരുപക്ഷെ ലീഗ് തന്നെയാകും, 5ാം മന്ത്രി വിവാദം സജീവമായ ഘട്ടം. ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ഉയർത്തുന്ന പ്രശ്നങ്ങളുടെയൊക്കെ മൂല കാരണമായി തുടങ്ങിയത് തന്നെ ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ തുടങ്ങിയത് തന്നെ 5ാം മന്ത്രി എന്ന ലീഗിന്റെ. ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല പറയുമോ ഞാൻ നായർ? ഇന്ന് രമേശ് ഒരിക്കലും പറയത്തില്ല. ഈ നായന്മാർക്ക് എന്താ രമേശ് ചെന്നിത്തലയെ ഈ ലെവലിലേക്ക് ഉയർത്തുക? നായന്മാർക്ക് NSSനോ നായർ സമൂഹത്തിന്റെ എന്താണ് പങ്കുള്ളത്? അദ്ദേഹത്തെ കോൺഗ്രസ് അല്ലേ ഈ പദവിയിൽ എത്തിച്ചത്? ഒരു സമുദായവുമല്ലല്ലോ. ഉമ്മൻചാണ്ടിയാക്കിയത് അവിടുത്തെ അദ്ദേഹത്തിന്റെ ക്രിസ്ത്യൻ സമുദായമാണോ? ഒരിക്കലും അങ്ങനെ പറയത്തില്ല. അങ്ങനെ നമ്മള് രാഷ്ട്രീയത്തെ വേർതിരിച്ച് കാണുന്നതിലും അർത്ഥമില്ലെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അങ്ങനെ അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ആ കത്തിൽ ആ ഭാഗം രമേശ് ചെന്നിത്തലയുടെ ആകാൻ വഴിയില്ലെന്നാണ് ഞാൻ പറയുന്നത്. രമേശ് ചെന്നിത്തലയെ പോലെ ഒരു മതേതര സമൂഹത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ കത്ത് എഴുതില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം.
അത്രേ ഉള്ളൂ ഞാൻ എനിക്ക് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ കത്ത് രമേശ് നിഷേധിച്ചില്ലായിരുന്നെങ്കിലുള്ള പ്രത്യാഘാതത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഇതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ കോൺഗ്രസിനകത്ത് നേരത്തെ ഒരു പ്രബല വിഭാഗം ഇപ്പോഴും സംശയിക്കുന്നുണ്ട് ഇത് രമേശ് ചെന്നിത്തല തന്നെ എഴുതിയ കത്താണ്, അതിന്റെ ഓതന്റിസിറ്റി പുറത്തു കൊണ്ടുവരണം എന്ന് കോൺഗ്രസിലെ ഉമ്മൻചാണ്ടിയും സുധീരനും കൂടി ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ പുതിയ രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് നീങ്ങും എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും വളരെ വ്യക്തമാണ് താങ്കളുടെ നിരീക്ഷണത്തിന് ഈ ഘട്ടത്തിൽ. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ്.